2026 ജനുവരി 20 ഇതേ ഗവർണർ തന്നെ ഇതേ നിറമുള്ള ചട്ടയിൽ നാം പ്രസിദ്ധീകരിച്ച ഒരു നയപ്രഖ്യാപനം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ആ നയപ്രഖ്യാപനത്തിൽ സഭ ഏകകണ്ഠമായ സഭ പാസാക്കിയ ബില്ലുകൾ പോലും ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെയുള്ള ഈ ഗവൺമെന്റിന്റെ അഭിപ്രായം ഇതേ ഗവർണറെ കൊണ്ട് ഈ സഭയിൽ പറഞ്ഞതല്ലേ സാർ? അന്ന് ഗവർണർ വായിക്കാത്ത ഭാഗങ്ങൾ മുഴുവൻ വായിച്ച് ഈ സഭ ആ നയപ്രഖ്യാപനത്തിന്റെ ഭാഗമാക്കി മാറ്റിയത് അങ്ങ് കണ്ടു. കേരളത്തിൽ യഥാർത്ഥത്തിൽ ലോകഭവൻ 10 വർഷക്കാലത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു ഘട്ടമാണ് സാർ. ലോകഭവൻ 10 കൊല്ലത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം ഗവർണർക്ക് വായിക്കാൻ പറ്റാത്ത ഒരു വരി പോലും ഗവൺമെന്റ് എഴുതി കൊടുത്തില്ലല്ലോ എന്ന സന്തോഷത്തിലാണ് സാർ ലോകഭവൻ. ഞങ്ങൾ നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് എതിരായി ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങളുടെ നയമല്ല ഞങ്ങളുടെ നയം. പൂർണ്ണമായും ശരിയാണ് സാർ. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നയത്തിന്റെ വ്യത്യാസത്തിൽ കർശനമായ എതിരഭിപ്രായമുണ്ട്. തങ്ങൾക്കെതിരായ അഭിപ്രായം പറയുന്നവരെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികളെ വിട്ട് ആക്രമിക്കുന്നത് മുതൽ സാമ്പത്തിക ഉപരോധം വരെ നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരായി പൊരുതാനുള്ള ചങ്കൂറ്റവും കരളുറപ്പും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ് സാർ. ആ നയമില്ലെങ്കിൽ ആ നയത്തിന്റെ കുഴപ്പം ഞങ്ങൾക്കല്ല. കേരളത്തിൽ മുഖ്യമന്ത്രിയായി ആദ്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കാണാൻ നമ്മുടെ മുഖ്യമന്ത്രി പോയപ്പോ സൂചിപ്പിച്ച ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശീയപാത വികസനത്തിന്റെ പേരിൽ ഭൂമി ഏറ്റെടുക്കാൻ കേരളം കൊടുത്ത 5500ഓളം കോടി രൂപ നമ്മുടെ കടമെടുക്കാനുള്ള പരിധിയുടെ ഭാഗത്തു നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യമാണ്. പൂർണ്ണമായും ഗവൺമെന്റിനെ പ്രതിപക്ഷം പിന്തുണയ്ക്കുന്നു സാർ. പക്ഷേ ഇക്കാര്യം പറയാനല്ലേ 2024 ഫെബ്രുവരി 8 ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായി കേരളത്തിന്റെ അവകാശങ്ങൾ ചോദിക്കാൻ നാം ഒരു സമരത്തിന് നേതൃത്വം നൽകിയത്. ആ സമരത്തെക്കുറിച്ച് കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി ആദ്യം ആരോടാ? കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോടും ഉപനേതാവിനോടും അല്ലേ? അരിയുടെ വിഹിതത്തിനു വേണ്ടി കേരളം നടത്തിയ സമരം പോലെ നാം ഒരു മനസ്സായി നടത്തേണ്ട സമരത്തെക്കുറിച്ച് നാം ആലോചിച്ചു. AICCയുടെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ മുതൽ ഈ ഇന്ത്യയിലെ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കളെ ക്ഷണിക്കാൻ തീരുമാനിച്ചു. പ്രതിപക്ഷത്തിന് തീയതി തീരുമാനിക്കാം, സമയം തീരുമാനിക്കാം, അവിടെ ആലോചിച്ചു വരാം എന്ന് പറഞ്ഞ് പ്രതിപക്ഷം പോയി. ഡൽഹിയിലെ മുഖ്യമന്ത്രി, പഞ്ചാബിലെ മുഖ്യമന്ത്രി, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി, കാശ്മീരിന്റെ ആദരണീയനായ നേതാവ് ഫറൂഖ് അബ്ദുള്ള, കോൺഗ്രസിന്റെ തന്നെ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് കപിൽ സിബിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ പരിച്ഛേദം വന്നപ്പോ എന്റെ ഈ പ്രതിപക്ഷം അവിടേക്കൊന്ന് വരാൻ ഈ 5250 കോടി രൂപ കേരളത്തിന് വേണമെന്ന ആവശ്യം ഒരു മനസ്സായി പറയാൻ എന്തേ സാർ പഠിച്ചത്? നിങ്ങൾ കരുതി അപ്പോ ഒരുപക്ഷെ കേരളം രക്ഷപ്പെട്ടാലോ? ആ പണം കിട്ടി കേരളം രക്ഷപ്പെട്ടാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഹെഡിൽ വന്നാലോ? ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടെ ഈ സഭയിൽ പറയട്ടെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നയത്തിനെതിരായി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ സമരം നടത്തിയാൽ, ആ സമരം ന്യായമായൊരു സമരത്തിന് നിങ്ങൾ ക്ഷണിച്ചാൽ ഒരു മടിയും ഉണ്ടാകില്ല. കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിന് വേണ്ടി ആ സമരത്തോടൊപ്പം നിൽക്കും. ഞങ്ങളുടെ കൺസേൺ കേരളമാണ് സാർ.